ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് കൈമാറിയ നടപടിയെ വിമർശിച്ച് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി.കെ. കൃഷ്ണദാസ്. മുസ്ലിം ലീഗിനും തീവ്രവാദ സംഘടനകൾക്കും കീഴ്പ്പെട്ടു മാത്രമേ ഇനി കോൺഗ്രസിന് ഭരിക്കാനാവൂ എന്നതിന്റെ തെളിവാണിത്. ലീഗിന്റെ ആവശ്യം നിരാകരിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ലെന്നും പി.കെ. കൃഷ്ണദാസ് ചൂണ്ടിക്കാട്ടി. ലീഗിന്റെ ആവശ്യത്തെ നിരാകരിക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു നിസ്സാരമായ കാര്യമാണ്. അതായത് ഫിഷറീസ് വകുപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രിക്ക് കൊടുക്കണം എന്നുള്ളത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. പക്ഷെ 63 MLA-മാരുള്ള കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണം തീരുമാനിച്ചത് മുസ്ലിം ലീഗ്. പിന്നെ അതിനപ്പുറം വന്നിട്ടുണ്ടോ ഈ വിഷയം? അതുകൊണ്ട് ഇനി മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള, അതുപോലെ ഭീകര സംഘടനകൾ കീഴ്പ്പെട്ടുകൊണ്ടുള്ള നിലപാടുകൾ മാത്രമേ കോൺഗ്രസിന് എടുക്കാൻ സാധിക്കൂ. കോൺഗ്രസ് അവരുടെ തടവറയിലാണ്. ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ അതിന്റെ സ്വഭാവമനുസരിച്ച് പിൻവലിക്കാനുള്ള ശുപാർശ കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ തീരുമാനിച്ചു.